പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് സഭ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ 1-ാം വായനയിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ നാം പീഡനം സഹിക്കേണ്ടി വരുമെന്നാണ്. എന്നാൽ ദൈവം നമ്മെ രക്ഷിക്കാൻ ഉണ്ടാകും. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കും. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതല്ലേ? അദ്ദേഹം തടവിലാക്കപ്പെട്ടു. പക്ഷേ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെറുതും വലുതുമായ നിരവധി അത്ഭുതങ്ങൾ നാം അനുഭവിക്കുന്നു. ഇന്നത്തെ 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ ഒരു നല്ല പോരാട്ടം പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. രാവും പകലും യേശുവിനെയും സേവിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി നിറവേറ്റുവാനും സുവിശേഷവൽക്കരണത്തിലൂടെ ഭൂമിയിൽ സ്വർഗരാജ്യം പണിയാനും നാം ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ നീതിയുടെ കിരീടത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പത്രോസിലൂടെ തൻ്റെ പുത്രനെ കുറിച്ചുള്ള ഒരു വലിയ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇവിടെ പത്രോസ് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ എത്ര ആഴത്തിൽ അനുഭവിച്ചെന്ന് വ്യക്തമാണ്. യേശുവും ഞാനും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം യേശുവിനെ അനുഭവിക്കുന്നു, അത്രമാത്രം ആഴത്തിൽ നമ്മൾക്ക് യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. യേശു പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തതുപോലെ നാം അനുഭവിക്കുന്ന യേശുവിൻ്റെ ആ സ്നേഹം ഈ ലോകത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസും യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ചതുപോലെ നമ്മൾക്കും പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.